ഇന്ന് എന്തൊരു ദിവസമായിരുന്നു, എന്തൊരു ആവേശമുള്ള ദിവസമായിരുന്നു അല്ലെ. പുന്നമടയിൽ പുതുചരിത്രം പിറന്നിരിക്കുകയാണ്. ഓളപ്പരപ്പിനെ തീപിടിപ്പിച്ച പോരാട്ടത്തിനൊടുവിൽ അരോമ ചുണ്ടൻ ജലരാജാവായി. നെഞ്ചിടിപ്പേറ്റിയ ഫൈനലായിരുന്നു. ഫോട്ടോ ഫിനിഷിലായിരുന്നു കിരീട നേട്ടം. തുടക്കത്തിൽ പിന്നിട്ട് നിന്ന ശേഷം മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അരോമ ജയമുറപ്പിച്ചത്. പുന്നമടയിലെ അരോമയുടെ അരങ്ങേറ്റം 4ാം ഹീറ്റ്സിലായിരുന്നു. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ആരംഭിച്ചിരിക്കുന്ന 4ാമത്തെ ഹീറ്റ്സ് സെന്റ് പയസ് 10th കാരിച്ചാൽ ചെറുതന അരോമ 1 പുതിയ വള്ളം അരോമ 1. 4ാം ഹീറ്റ്സ് മത്സരം ഇങ്ങനെ ഫിനിഷിംഗിനോട് അടുക്കുകയാണ്. 1ാം ട്രാക്കിൽ സെന്റ് പയസ്, 2ാം ട്രാക്കിൽ കാരിച്ചാൽ, 3ാം ട്രാക്കിൽ ചെറുതന, 4ാം ട്രാക്കിൽ അരോമ. അരോമയും ചെറുതനയും കാരിച്ചാൽ സെന്റ് പയസും തമ്മിൽ പൊരിഞ്ഞു പോരാടുന്നു. 3ലെ ചെറുതന 2004 നെഹ്റു ട്രോഫി നേടിയവരാണ്. നാട്ടക ബോട്ട് ക്ലബാണ്. എങ്കിൽ 4ൽ വരുന്നത് 10ാം നമ്പർ വള്ളം അരോമ. ഒരുപോലെ ചെറുതനയും അരോമയും. ആരാണ് മുൻപിൽ? ഇതാ 3ലെ ചെറുതന, ഇല്ല 4ലെ അരോമ. അരോമയും ചെറുതനയും വരികയാണ്. അരോമ ആവേശത്തിന്റെ നെറുകയില് രാജീവിന്റെയും അഭിലാഷിന്റെയും സൂരജിന്റെയും പങ്കായത്തിൽ അരുൺകുമാർ വെള്ളക്കുളങ്ങരയും അരോമലും അനന്തവും ചമ്പക്കുളവും ഇതാ കുതിച്ചു കുത്തുന്നു. ഇതാ അരോമ ചെറുതന, അരോമയും ചെറുതനയും ഇതാ 4ാം കേസ് പൊടിച്ചെടുക്കുകയാണ്. 4:26 അരോമ ഫൈനലിലേക്കുള്ള യോഗ്യത നേടിയത്. ഇനി ഇന്നത്തെ തീവാറും പോരാട്ടമായിരുന്ന ഫൈനലിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. ഹൃദയമിടിപ്പുകൾ ഉയരുന്നു, ആർപ്പുവിളികൾ കാക്കമേറുന്നു. ഈ കാണുന്ന കാഴ്ചകളിലെല്ലാം ഒരു സംഗീതമുണ്ട്, താളമുണ്ട്, ഈണമുണ്ട്. എല്ലാറ്റിനും പിന്നിൽ ഒരു പകയുണ്ട്, പോരാട്ടമുണ്ട്, മത്സരമുണ്ട്. ഒരുമയുടെ പെരുമയുടെ സഹനത്തിന്റെ സമർപ്പണത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ നീണ്ട കാത്തിരിപ്പും തയ്യാറെടുപ്പും ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയായിരുന്നു. കണ്ണു ചിമ്മാണ്ട് ചങ്കുപിടച്ച് ഞരമ്പിലെ തീയും പിടിച്ച് ഓരോ വള്ളം കളിക്കാരനും കാത്തിരിക്കുന്നത് ഈ നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രം. Because something special is coming today. Somebody will miss immortality by the narrowest of margins. ഇന്ത്യയുടെ പോരാട്ടം അരോമ വീരു വെൽബാണം, അരോമ വീരു വെൽബാണം, അരോമ വീരു വെൽബാണം, അരോമ വീരു വെൽബാണം. What a race! Oh my goodness! നെഹ്റു ട്രോഫി കൊല്ലത്തേക്ക് പോകുന്നു. നെഹ്റു ട്രോഫി കൊല്ലത്തേക്ക് പോകാനുള്ള സാധ്യത. അരോമയും ബിയ്യപുരവും നടുഭാഗവും മേൽപ്പാടവും ഇഞ്ചോടിഞ്ച് പോരാടിയ മില്ലിമീറ്റർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മില്ലിമീറ്റർ അതിന് പോരാടിയ ഫൈനൽ മത്സരമാണ്. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിലാണ് അരോമയുടെ കിരീട നേട്ടം. നടുഭാഗം ചുണ്ടനെ മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പിന്നിലാക്കിയാണ് അരോമ ഫിനിഷിംഗ് ലൈൻ കടന്നത്. UBC കൈനകരേടി FC-യുടെ വിയ്യപുരം ചുണ്ടൻ 3ാം സ്ഥാനവും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുടങ്ങിയ മേൽപ്പാടം ചുണ്ടൻ 4ാം സ്ഥാനവും നേടി. ആദ്യ സീസണിൽ തന്നെ അത്ഭുതം കാണിക്കുമെന്ന പ്രഖ്യാപനം അതേപടി പുന്നമടക്കാലിൽ നടപ്പിലാക്കിയാണ് അരോമ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഫൈനലിൽ പോലും വരത്തില്ലെന്ന് പറഞ്ഞ കപ്പടിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടുതലൊന്നും പറയല്ല, പറഞ്ഞ ശീലം ചെയ്തേ കാണിക്കത്തുള്ളൂ. എല്ലാരും കഷ്ടപ്പെട്ടാ വന്നത്, ഞങ്ങൾ അതിൽ കൂടുതൽ കഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കപ്പ് കിട്ടിയത്. ബെസ്റ്റ് ടൈം അടിക്കാൻ വന്നവരാ ഞങ്ങൾക്ക്, പക്ഷെ അതിന് സാധിച്ചില്ല. ഞങ്ങൾക്ക് ചില പോരായ്മ ഉണ്ടായിരുന്നു. അത് നേരത്തെ ഞങ്ങൾ ഫൈനലിലോട്ട് വന്ന് ഫൈനലിൽ ഞങ്ങൾ വ്യക്തമായി കപ്പടിച്ച് വീട്ടിൽ 4ാം വന്നപ്പോ ഞങ്ങൾ വെറും മണ്ടം വരാന്ന് വിചാരിച്ചു അടിച്ചു കാണിച്ച. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മനീഷിലേക്ക് പോകാം. മനീഷ, വലിയ ആവേശത്തിന്റെ ദിവസം. ഈ കാഴ്ചകൾ മുഴുവനും അവിടെ അതേ സ്ഥലത്തു നിന്ന് കാണാൻ കഴിഞ്ഞതിന്റെ ഒരു ആവേശം കൂടി ഉണ്ടായിരിക്കും. മനീഷും നമ്മളുടെ ടീം റിപ്പോർട്ടറിനും രാവിലെ മുതൽ ഡോക്ടർ അരുൺകുമാറും സംഘവും ഒക്കെ പിന്നീട് വൈകുന്നേരം നമ്മളുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുമൊക്കെ തകർത്ത ദിവസം തന്നെയാണ് കടന്നുപോയത്. പക്ഷേ ആ അവസാനം നടുഭാഗമാണോ അരോമയാണോ എന്നറിയാനുള്ള നമുക്ക് ശരിക്കും നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം 4:23 സെക്കൻഡിലാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഫിനിഷ് ചെയ്തത്. മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസം മാത്രമാണ് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞത്. അപ്പോൾ അരോമ മുന്നിൽ നെഹ്റു ട്രോഫി സ്വന്തമാക്കി പോയി കൊല്ലത്തേക്ക്.
പച്ചത്തടിയിൽ പണിത പുത്തൻ ചുണ്ടനാണ് പുന്നമടയിൽ പുതുചരിത്രം രചിച്ചത്. 72ാമത് നെഹ്റു ട്രോഫിയിൽ അതിന്റെ സമ്മാനത്തുക 5 ഇരട്ടിയാക്കി പ്രഖ്യാപിച്ച ശേഷം നടന്ന ആദ്യ മത്സരത്തിൽ കൊല്ലം പരവൂരിനെത്തിയ അരോമ ചുണ്ടനാണ് കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകളെ ചുണ്ടൻ വള്ളങ്ങളെ മലർത്തിയടിച്ചുകൊണ്ട് പുതുചരിത്രം കുറിച്ചുകൊണ്ട് ആ അട്ടിമറി വിജയം നടത്തിയിരിക്കുന്നത്. 4.23 സെക്കൻഡുകൾക്കാണ് അരോമ മുന്നിലെത്തിയത്. ഏതാനും ചില മൈക്രോ സെക്കൻഡുകൾക്ക് മാത്രമാണ് പുന്നമട തുഴഞ്ഞ നടുഭാഗം 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. കഴിഞ്ഞ തവണയും നടുഭാഗമായിരുന്നു, അതായത് പുന്നമടയായിരുന്നു 2ാം സ്ഥാനത്തെത്തിയത്. വിയപുരം, അതായത് UBC ഫാൻസിന്റെ അതായത് കഴിഞ്ഞ തവണ വിജയിച്ച ചുണ്ടനാണ് വിയപുരം. അന്ന് അത് വില്ലേജ് ബോട്ട് ക്ലബിലായിരുന്നുവെങ്കിൽ ഇത്തവണ അത് UBC ഫാൻസിന്റെ ഫാൻസാണ് തുഴഞ്ഞത്. അത് 4.23 തന്നെയാണ്. അതും മൈക്രോ സെക്കൻഡുകൾക്ക് മാത്രമാണ്. ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് പള്ളാത്തുരുത്തിക്കാണ്. അവർ മേൽപ്പാടത്തിൽ കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിൽ ഇത്തവണ അവർ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇപ്പോഴത്തെ അരോമയെ സംബന്ധിച്ച് അരോമയുടെ ഈ സീസണിലെ, അതായത് ചമ്പക്കുളത്ത് രാജപ്രമുഖൻ ട്രോഫി നേടിയ ശേഷം സീസണിലെ 2ാം വിജയമാണ്. അങ്ങനെ ചാക്കോ മാഷിന്റെ ശിക്ഷണത്തിലാണ്, അതായത് അവരുടെ ആശാൻ നേരത്തെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ ആശാനായിരുന്നു. അങ്ങനെ വില്ലേജ് ബോട്ട് ക്ലബ് മുഴുവനായി ആരോമയിലേക്ക് പോവുകയായിരുന്നു. അരോമ ചുണ്ടൻ ചരിത്രം കുറിച്ച് ഈ സീസണിൽ 2ാം വിജയത്തിൽ എത്തിക്കുമ്പോൾ ഇനിയിപ്പോഴത്തെ CBL മത്സരങ്ങളിലടക്കം വാശിയേറിയ പോരാട്ടം നടക്കും. തിരിച്ചടി ഉണ്ടായിട്ടുള്ള UBC, PBC, പുന്നമട അടക്കമുള്ള ക്ലബ്ബുകൾക്ക് ഇനി ആ പ്രതികാരം അത് വീട്ടാൻ പറ്റുന്ന മത്സരങ്ങൾ ഇനി CBL മത്സരങ്ങളിലായിരിക്കും അവരതിന് മറുപടി നൽകുക. യെസ്, അങ്ങനെ ആവേശ പോരാട്ടത്തിനൊടുവിൽ നെഹ്റു ട്രോഫി കൊല്ലത്തേക്ക് പറന്നു.